ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ ഉള്ളത്തെ തൊടുന്നതായ ഒരു പദപ്രയോഗമാണ് നാം അവിടെ കേൾക്കുന്നത്, കാണുന്നത്. ബിഹോൾഡ് ദി മാൻ, ആ മനുഷ്യൻ ഇതാ. പിടിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നിർത്തി. വസ്ത്രമെല്ലാം അഴിച്ച് രക്താംബരം ധരിപ്പിച്ചു. ശരീരം മുഴുവൻ അടിച്ചു കീറിയതായ മുറിപ്പാടുകളും ചോര പറ്റി ഉണങ്ങിയിരിക്കുന്നു. ക്ഷീണിതനായ കർത്താവായ യേശുക്രിസ്തു കൊല്ലുവാൻ വിധിക്കപ്പെട്ടവനായി ജനത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് പരസ്യ കാഴ്ചയായി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ മറ്റൊന്നിലേക്കും നിങ്ങൾ നോക്കരുത്, ശ്രദ്ധ പോകരുത്. പീലാത്തോസ് കൊണ്ടുവന്ന് നിർത്തി. ബിഹോൾഡ് ദി മാൻ. ദൈവത്തിന് അവനാരാണ്? ആർക്കും വേണ്ടാത്തവനായി, ഒരു കുരങ്ങ് കളിപ്പിക്കുന്നതിനെ പോലെ, പാവ കളിപ്പിക്കുന്നവനെ പോലെ എന്തും ചെയ്താലും രോമം കത്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ മൗനമായി നിന്ന കർത്താവായ യേശുക്രിസ്തു ഇതെല്ലാം കേട്ടും സഹിച്ചും ക്ഷമിച്ചും പുറത്തും അവിടെ നിൽക്കുകയാണ്. എൻ്റെ മനസ്സിനകത്ത് വന്നതായ ഒരു വാക്കുണ്ട്. ലോകരക്ഷിതാവ് ലോകത്തിലേക്ക് മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി കടന്നു വന്നു. ആ നല്ലവനായ കർത്താവായ യേശുക്രിസ്തുവിന് ലോകം കൊടുത്തതായ യാത്രയയപ്പ് എന്തായിരുന്നു? ആ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ? യാത്രയയപ്പ്. ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ, ഏറ്റവും വലിയ ദൈവം, ഏക സത്യരക്ഷകൻ, നന്മ മാത്രം ചെയ്തുകൊണ്ട് സഞ്ചരിച്ച തേജോമയനായ കർത്താവായ യേശുക്രിസ്തു, അവൻ ആരാണ്? അവൻ എബ്രായരുടെ ലേഖനത്തിൽ പറയുന്ന പോലെ നിങ്ങൾക്കറിയാമല്ലോ, അവൻ പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേർപെട്ടവനാണ്, സ്വർഗത്തേക്കാൾ ഉന്നതനാണ്. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെപ്പോലെ ആരാധ്യനാരുമില്ല. അവൻ ആയിരങ്ങളിലും 10,000-ങ്ങളിലും സുന്ദരനാണ്. യെശയ്യാപ്രവാചകൻ വർണ്ണിച്ച തീരുകയില്ല. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. മാലാഖമാര് മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന തേജോമയനായ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ? ജനം ആർത്തു വിളിക്കുകയാണ്, അവനെ ക്രൂശിക്ക ക്രൂശിക്ക. എൻ്റെ ഇന്നത്തെ ചിന്താ വിഷയം, ഈ ക്രിസ്തു ആര്? ഇവൻ ആര്? ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ കാണാനല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തവനായി, നിന്ദിക്കപ്പെട്ടവനായി, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനായി, ആർക്കും തുപ്പാൻ, ചവിട്ടാം, തല്ലാം, രോമം പിഴുതെടുക്കാം, തലയിൽ മുൾക്കിരീടം വയ്ക്കാം, രാജാവെ വാഴുക വാഴുക എന്ന് പറഞ്ഞ് അവഹേളിക്കാം. അവനാര്? അവനാര്? ദൈവത്തിന് സ്തോത്രം. ഇനി വായിക്കാൻ പോകുന്നതായ ഓരോ വാക്യങ്ങളിലും ഇവനാര് എന്നുള്ള പദപ്രയോഗം കാണും. ഇവനാര്? വായിച്ചേ. മർക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം വായിച്ച്. മർക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആര്? രംഗം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും പടകിലാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമായി തിറത്തുയർന്നു വന്നു. തിരമാലകൾ ആഞ്ഞടിച്ചു. പടകൊട്ടും മുന്നോട്ട് ചലിക്കുന്നില്ല. മാത്രമല്ല, മുങ്ങും എന്ന് ഉറപ്പായി. അവർ കർത്താവിന് വിളർച്ച ഉണർത്തിക്കൊണ്ട് അയ്യംവിളിയോടെ പറയുന്നുണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് പറയും. ഞങ്ങൾ നശിച്ചു പോകുന്നു.
കാരണം അത്രമാത്രം പ്രതികൂലമാണ്. വെള്ളമെല്ലാം ഈ വള്ളത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞു. മുങ്ങും എന്നുള്ളതിന് ഉറപ്പായി. ദൈവത്തിന് സ്തോത്രം. അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് കർത്താവായ യേശുക്രിസ്തു എഴുന്നേറ്റോടെ നിന്നു. വായിച്ചേ 37-ാമത്തെ വാക്യവും 39-ാമത്തെ വാക്യവും വായിച്ചു. 37, 39. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഈ ജീവിത നൗകയിലാണ്. ലോകമാം ഗംഭീര വാരുതിയിലെ ജീവിതയാത്രക്കാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അന്തരംഗത്തിലുള്ളതായ ആഗ്രഹം അക്കരെ എത്തണമെന്നാണ്. ഒരു കാര്യം ഉറപ്പായി നിങ്ങൾ തീരുമാനിച്ചു കൊള്ളണം. സ്വർഗ വീട്ടിൽ എത്തണമെന്ന നിഷ്കളങ്കമായ ദൃഢമായ തീരുമാനത്തോടെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിക്ക് സാത്താൻ സർവ്വവിധമായ എതിർപ്പുകളും സ്വരുക്കൂട്ടിക്കൊണ്ടുവരും. അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ആരും സ്വർഗരാജ്യത്തിൽ എത്താൻ സാത്താൻ ആഗ്രഹിക്കുന്നില്ല. നരകത്തിൻ്റെ തീപ്പൊയ്കയിൽ വെന്തെരിയുന്നത് കണ്ട് സന്തോഷിക്കണമെന്നാണ്. ഇന്നും ചിലർ വിളിച്ചപ്പോൾ ഞാനത് പറയുകയുണ്ടായി. ദൈവസന്നിധിയിലൊരു ഉടമ്പടി എടുത്തില്ലേ? ഉവ്വ. എന്നാൽ എതിർപ്പുകളുണ്ടാകും, പോരാട്ടങ്ങളുണ്ടാകും, അടിക്കടി പോരാട്ടങ്ങളുണ്ടാകും. ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും തളരരുത്, തകരരുത്. ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഈ പടകിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. ശിഷ്യന്മാർ മാത്രമല്ല, സർവശക്തനായ എല്ലാത്തിനെയും ഉളവാക്കുന്ന കർത്താവായ യേശുക്രിസ്തു ആ പടകിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഉള്ള പടയിലും ഉള്ളതായ വ്യക്തിയിലും ജീവിതത്തിൻ്റെ പോരാട്ടങ്ങൾ ശക്തിയോടെ ഉയർന്നു വരും. നിങ്ങളെല്ലാം ഞാൻ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. എൻ്റെ ജീവിതം പണ്ടത്തേക്കാൾ ബുദ്ധിമുട്ടിലായല്ലോ, ഞെരുക്കത്തിലായല്ലോ എന്ന് പറഞ്ഞ് തളരുകയല്ല നിങ്ങൾ വേണ്ടത്. എല്ലാം കാണുന്ന നന്മയുടെ മാത്രം ഉറവിടമായിരിക്കുന്നൊരു കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ ഉണർത്തിയത് കാറ്റിൻ്റെയും ഓളത്തിൻ്റെയും ശബ്ദകോലാഹലങ്ങളൊന്നുമല്ല, വെള്ളം മുഴുവൻ മേത്തേക്ക് വന്ന് വീണതുകൊണ്ടുമല്ല. കരയുന്നവരുടെ കരച്ചിൽ കേട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉണർന്നു. നിങ്ങളുടെ ഏകാന്തതയിൽ ആരും അറിയാതെയുള്ളതായ ഞരക്കത്തിൻ്റെ ശബ്ദം കണ്ണുനീരായിട്ട് അരുമനാഥൻ്റെ കാൽക്കൽ വീഴണം. അത് കുറഞ്ഞു പോയിട്ടുണ്ടോ? അത് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ വേദനയുടെ ഞരക്കത്തിൻ്റെ ശബ്ദം അരുമനാഥൻ്റെ കാൽക്കൽ വീഴിക്കാൻ സാധിച്ചില്ല എങ്കിൽ അസ്വസ്ഥതയാണ്, അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനത്തെ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിൻ്റെ മേൽ ഒന്നായി വർത്തമാനമായി വരുമ്പോഴും നിങ്ങൾ പ്രത്യേക ഞരക്കത്തോടെ ഒരു കാര്യം നിങ്ങൾ വളരെ നിശ്ചിതമായി തീരുമാനിച്ചുകൊള്ളണം. പാപം വന്ന് ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നന്യപ്പെട്ടു പോകാനായിട്ട് ഇടവരികയില്ല. ദൈവം മുഖം മറയ്ക്കാനായിട്ട് ഒരിക്കലും ഇടവരികയില്ല. അയ്യോ ഞങ്ങൾ നശിക്കുന്നു. ജീവിതത്തിൽ എന്തുമാത്രം വൃത്തികെട്ട പാപങ്ങളോ പരാജയങ്ങളോ മാരകമായ രോഗങ്ങളോ വന്നാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ കണ്ണുനീരോടെ കരഞ്ഞ് യേശുക്രിസ്തുവിനെ ഉണർത്തണം. അവൻ എഴുന്നേറ്റ് വന്നു. 39 വായിച്ച്. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. എന്തെന്നാ ശാസിച്ച് വായിച്ചു? കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. അടങ്ങുക എന്ന് പറഞ്ഞു. ഒരു കൊച്ചിന് ബഹളം ഉണ്ടാക്കുന്ന കൊച്ചു, ഒന്ന് അനങ്ങാണ്ടിരുന്നേടാ, അവിടെ ഒന്ന് മിണ്ടാണ്ടിരുന്നേ, ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നേ. കുസൃതിയായിരിക്കുന്ന ഒരു കുട്ടിയോട് പറയുന്ന പോലെ അനങ്ങാണ്ടിരിക്കുക, അവിടെ നീ അവിടെ അനങ്ങാണ്ടിരുന്നു. എന്താ ദൈവമക്കളെ, ആടി ഉലയുന്ന പടകിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അലറുന്നതായ കൊടുങ്കാറ്റിനോടും വലിയ തിരമാലകൾ കൊണ്ട് പൊങ്ങി തിരമാലകൾ അടിക്കുന്നതായ കടലിനോട് പറയാണ് ശാന്തമാകുക. എന്ത് സംഭവിച്ചെടുത്ത് വാക്യം വായിച്ച്? കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. വലിയ ശാന്തത. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് പറയുന്നറിയാം? ഇന്നത് അനുഭവിച്ചിട്ട് വേണം പോകാനായിട്ട്. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്.
അവൻ സമാധാന പ്രഭുവാണ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഉള്ളം തൊട്ട് കർത്താവേ, ഇന്ന് കർത്താവ് വന്നിട്ടുണ്ടല്ലോ. അനേകർക്ക് ആശ്വാസവും സൗഖ്യവും പാപമോചനത്തിൻ്റെ സന്തോഷവും അനുഭവിപ്പാൻ ഒരുങ്ങി ദൈവം തന്നൊരു വേദിയാണല്ലോ ഇത്. ഈ പാവപ്പെട്ട അടിയൻ്റെയും സാക്ഷ്യമാണെന്ന്. കർത്താവേ, നീ ഒന്ന് എഴുന്നേറ്റ് നിന്ന് എൻ്റെ ജീവിതത്തെ ഉലയ്ക്കുന്ന പാപത്തെയും രോഗത്തെയും ശാപത്തെയും ഒന്ന് അടക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യേശു എഴുന്നേൽക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, നന്മയ്ക്കായി ഒരടയാളം തരണമേ എന്ന്. നന്മയ്ക്കായി ഒരടയാളം തരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശാന്തമായി, അടങ്ങി. അതാരാണ്? ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന് സ്തോത്രം. കാറ്റും കടലും കൂടി അനുസരിക്കുന്ന ഇവനാര്? ഇനി രണ്ടാമത് ഇവനാര്? വായിച്ചേ ലൂക്കോസ് 7:48-49 വായിച്ചേ. ലൂക്കോസ് 7:48-49. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പാപമോചനവും കൊടുക്കുന്ന ഇവനാര്? പ്രകൃതിശക്തി മേലുള്ള അധികാരിയായ യേശു ആര്? അത്ഭുതമാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, പട്ടണത്തിലേക്കും പാപിയായിരിക്കുന്ന സ്ത്രീ ശീമോന്റെ ഭവനത്തിൽ വന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ വീണ് കണ്ണുനീരുകൊണ്ട്, അനുതാപത്തിന് കണ്ണുനീരുകൊണ്ട് നനച്ച് പാപമോചനത്തിന് വേണ്ടി കെഞ്ചുകയാണ്. അവളുടെ സ്നേഹത്തിന് കണ്ണുനീരാണത്. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ എന്നാണ് കർത്താവ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ അനേകവിധമായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. സമാധാനത്തോടെ പോയി സ്വസ്ഥയായിട്ടിരിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അത്ഭുതം കൂറിക്കൊണ്ട് ജനം പറയാണ്, ഇവനാര്? ഒന്നോ രണ്ടോ പാപമൊക്കെ ചെയ്ത വ്യക്തിയാണ് ഈ വേണ്ടില്ല. അടിച്ചെടുത്ത് കയറ്റാൻ കൊള്ളുകയില്ലാത്ത വൃത്തികെട്ടതായ ഒരു സ്ത്രീയാണ്. പട്ടണത്തിലേക്കും പാപി എന്നാണ് അവളുടെ യോഗ്യത തന്നെ. അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ആർക്കും വിലയില്ലാത്തവള്. ഇന്നിവിടെ വരുന്നവരെയും ജീവിതത്തിൽ ഒത്തിരി തെറ്റുപറ്റിയവർ, തിരുത്താൻ വയ്യാത്തതായ പാപങ്ങൾ ചെയ്തവർ, മദ്യപാനത്തിലും വേശ്യാവൃത്തിയിലും മയക്കുമരുന്നിലുമെല്ലാം വീണ് നശിച്ച് ദൈവത്തെ വേദനിപ്പിച്ചവർ, കുടുംബാന്തരീക്ഷം തകർത്തവര്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു വന്നിട്ടുണ്ട് കേട്ടോ. യേശു വന്നിട്ടുണ്ട്. നിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നിനക്ക് കടന്നു വരാം. ഏത് കൊടുമ്പാപിക്കും കടന്നു വരാം. യേശുവിൻ്റെ കാൽക്കൽ വന്ന് ആർക്കും വീഴാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നവർക്കൊന്നും ഇഷ്ടമായില്ല. എന്നാൽ ഒരാൾക്ക് യേശുവിന് വേണം. എനിക്ക് ഭക്ഷണമൊന്നുമല്ല വേണ്ടത്. ഞാൻ തകർന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഒരു സുഖവും ജഡത്തിൻ്റെ ഒരു സന്തോഷവും പാപത്തിൻ്റെ ഒരു മട്ടും എനിക്ക് തന്നില്ല. എനിക്ക് സമാധാനവും സന്തോഷവും ആശ്വാസം തരുന്ന ഒരു ഇടമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് യരമനാഥൻ്റെ കാൽപാദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അങ്ങ് വീണേ ദൈവമക്കളെ, അവിടെ അങ്ങ് വീണേ. 2 തുള്ളി കണ്ണുനീര് അവൻ്റെ കാൽപാദങ്ങൾ നിങ്ങളൊന്ന് ഒഴിച്ചേ. ഹല്ലേലൂയ. യേശുവിന് വേറെ യാതൊന്നും കാണണ്ട. പണത്തിൻ്റെ ഒച്ച കേട്ടാലൊന്നും കർത്താവ് തിരിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ പ്രസംഗങ്ങളുടെ ശബ്ദമൊന്നും അല്ല വേണ്ടത്. അവന് വേണ്ടത് തകർന്നുറുകിയതുമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന വേദനയുടെ രോദനമാണ്. ഞാനൊരു കൊടും പാപിയാ കർത്താവേ. നന്മയുടെ കണിക എനിക്കില്ല. അഹങ്കാരം എന്ന് പറയുന്ന വലിയ പൈശാചികൻ എന്നിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് വളരുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങണമെന്നുള്ളതായ ലജ്ജാകരമായിരിക്കുന്ന ചില പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നേതൃസ്ഥാനത്തിന് വേണ്ടി ഒരു കൊതി എനിക്കുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ശ്രേഷ്ഠൻ എന്നാണ് എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ദൈവമക്കളെ പാപബോധം വല്ലതും കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ കരയുന്നവരാരാണെന്ന് കർത്താവിൻ്റെ കണ്ണ്. ആ കർത്താവ് ഇന്ന് 100% ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാനിത് പറയുന്നത് കേൾക്കുന്നതായ കർത്താവിനുണ്ട് ചെവികൾ.
ചെവികൾ, ആരാണിത് പറയുന്നത് എന്ന് കാണുന്ന 2 കണ്ണുകൾ. ഞാനിവിടെ നിൽക്കുകയാണെങ്കിലും എൻ്റെ പ്രാണപ്രിയൻ്റെ ആണിപ്പഴുതുള്ളായ കാൽപാവത്തങ്ങൾ കണ്ണുനീര് കൊണ്ട് മുത്തിക്കൊണ്ടാണിത് പറയുന്നത്. എനിക്ക് ആശ്വാസം കിട്ടിയത് എൻ്റെ ഡിഗ്രിയിൽ നിന്നല്ല, എനിക്ക് ആശ്വാസം കിട്ടിയത് എൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നല്ല, എനിക്ക് ആശ്വാസം കിട്ടിയത് പണത്തിൽ നിന്നല്ല, എനിക്ക് ആശ്വാസം കിട്ടിയത് ആരോഗ്യത്തിൽ നിന്നല്ല, എനിക്ക് ആശ്വാസം കിട്ടിയത് സമാധാന പ്രഭുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചങ്ക് പൊട്ടി ഒഴുകിയതായ ആ നീരുറവയിൽ നിന്നാണ്. അതിന്നും വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അരുമനാഥൻ്റെ കാൽപാദത്തിൽ നിങ്ങൾക്കൊന്ന് വീഴാമോ ദൈവമക്കളെ? സമാധാനം ഒഴുകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം. പാപമോചനം കൊടുക്കുന്ന ഇവനാര്? ഒരു വാക്യം കൂടി വായിച്ച്, മർക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. മർക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 5 മുതലിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചേ. യേശു ഒരു വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനെ 4 പേര് കട്ടിലിനോടുകൂടി ഇറക്കി യേശുവിൻ്റെ അടുക്കൽ കൊണ്ട് വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് വായിച്ചു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാണിത്? അധികാരമുള്ള വ്യക്തി. എന്തിൻ്റെ അധികാരം? പാപമോചനം നൽകാൻ അധികാരമുള്ളൊരു വ്യക്തി. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടേ. കർത്താവായ യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നേരെ നിങ്ങളോട് ചോദിക്കുകയാണ്. എല്ലാവരും കേട്ടേ, കൊച്ചുങ്ങളുൾപ്പെടെ. ഏതു കൊടും പാപക്കറകളും കഴുകുവാൻ കുഞ്ഞാടിൻ്റെ രക്തം മതിയായതാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പാപം മോചിക്കാനുള്ള അധികാരം കർത്താവിൽ പരിപൂർണമായി നിക്ഷിപ്തമായിരിക്കുന്നെന്ന് 100% നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കും ദൈവമക്കൾ ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കുമ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നരകത്തിൻ്റെ അവകാശികളായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? എന്തിന് നിങ്ങൾ പാപികളായി നശിക്കുന്നു? ഒറ്റ കാരണം മാത്രം, പാപത്തെ വിട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല, വില കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തവും സ്പഷ്ടവും നീതുമായ ഒരു തീരുമാനം രക്തം വാർന്നു നിൽക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങളുടെ നാശത്തിന് കാരണക്കാർ നിങ്ങൾ തന്നെയായി മാറുകയാണ്. ജീവരക്തം ഊറ്റിക്കൊടുത്ത് പാപക്കറകൾ കഴുകുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ജീവൻ അർപ്പിച്ചു എങ്കിൽ വിശ്വാസത്താൽ അത് സ്വന്തമാക്കാത്തത് എന്താണ്? കൂട്ടായ്മ നിങ്ങളുടെ പാപക്കറകൾ കഴുകിയില്ല. ഒരു വിശുദ്ധിൻ്റെയും ചോര നിങ്ങളുടെ പാപക്കറകൾ കഴുകിയില്ല. ഒരു തീർത്ഥാടനവും നിങ്ങളുടെ പാപക്കറകൾ കഴുകിയില്ല. പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവൻ ഒരുത്തന് മാത്രമേ ഉള്ളൂ. പാപത്തിനു വേണ്ടി ജീവരക്തം ഊറ്റിത്തന്ന് കാൽവറി ലക്ഷ്യമൊരുക്കിയ കർത്താവായ യേശുക്രിസ്തു മാത്രം. വളരെ വ്യക്തമായി നിങ്ങൾ കേട്ട ആ ക്രൂശിഞ്ചോട്ടിലേക്കൊന്ന് വന്നേ. വേറെ എല്ലാം നിങ്ങൾ മറക്കുക. പാപമുള്ളവരെല്ലാം പാപമോചനം ഒഴുകി വരുന്ന ക്രൂശിഞ്ചോട്ടിലേക്കൊന്ന് വന്നേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ കുറെ പോയിന്റുകൾ പറയാനല്ല, ഇതുവരെ വന്ന സകല പാപങ്ങളും ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു പുതിയ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായി ഇന്ന് എഴുന്നേറ്റുവാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? ഇന്ന് ഒരു വിശുദ്ധ ജീവിതത്തിന് തുടക്കം കുറിക്കാമോ? ക്രിസ്ത്യ ജീവിതത്തിൽ ഇന്നലകളില്ല. പാപിനിയായിരിക്കുന്ന സ്ത്രീ, മഗ്ദലക്കാരി മറിയ, ദൈവത്തിന് സ്തോത്രം, ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമെന്ന ചുങ്കക്കാരൻ, വലത്തുഭാഗത്തെ കള്ളൻ, ദൈവത്തിന് സ്തോത്രം, അവരെല്ലാം ഇന്ന് സ്വർഗത്തിലിരിക്കാൻ കാരണം അവരുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തി കൊണ്ടാണ്. നിങ്ങൾ എന്തു പറയുന്നു? ദൈവത്തിന് സ്തോത്രം. പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളവൻ ഇവനാര്? മൂന്നാമത്തെ കാര്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 10-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. കർത്താവായ യേശുക്രിസ്തു കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചു ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവരതിൻ്റെ മേളിൽ വസ്ത്രം വിരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ അതിൽ കയറ്റി കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഹോശന്ന പാടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു രാജകീയമായ വരവേൽപ്പാണ്.
ദൈവത്തിന് സ്തോത്രം. അവൻ കർത്താവായ യേശു ക്രിസ്തുവും പുരുഷാരവും ശിഷ്യന്മാരും കുട്ടികളെല്ലാം ഹല്ലേലൂയ ഓശന്ന പാടിക്കൊണ്ട് അവൻ്റെ പിന്നാലെ പോയി. എല്ലാവരും കൂടി യെരൂശലേമിൽ പ്രവേശിച്ചു. അപ്പോൾ വായിച്ചേ, അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവനാര്? ഇവനാര്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി എന്ത് ഉത്തരം പറയും നിങ്ങൾ? നഗരത്തെ ഇളക്കുവാൻ അധികാരമുള്ള ഇവനാര്? നഗരത്തെ ഇളക്കുവാൻ. വേറെ രാജാക്കന്മാരോട് ഭരിച്ചിട്ടൊന്നും ഇളകിയില്ല. ആയിരക്കണക്കിന് മൃഗങ്ങളെ യാഗമർപ്പിച്ചിട്ടൊന്നും ഇളകിയില്ല. കഴുതപ്പുറത്ത് വാഹനമേറി ഒരാൾ അവിടെ വന്ന് കാലുകുത്തിയപ്പോൾ ഇളകി. ദൈവാലയം ഇളകി. ദൈവത്തിന് സ്തോത്രം. ഇളകാത്തതിന് ഇളക്കാൻ അധികാരമുള്ളവർ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അത് സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു കാൽവറിയിൽ പിടഞ്ഞു മരിച്ചപ്പോൾ ഇളകില്ലാത്തതെല്ലാം ഇളകി. കാരിരുമ്പാറുകൾ പൊട്ടിത്തകർന്നു. ദേവാലയത്തിന്റെ വാതിൽമറ മുടി മുതൽ അടിവരെയും രണ്ടായി ചീന്തി. കല്ലറകൾ തുറന്നു. വൻമരങ്ങൾ കടപുഴുതു. ഭൂമി വിറച്ചു. ഹല്ലേലൂയ. സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്ന സകലത്തെയും ഇളക്കുന്ന ശക്തിയാണ് ജയാളിയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരമുള്ള എല്ലാറ്റിനെയും ഇളക്കുന്നതായ ആ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ ഹൃദയവാതിലൊന്ന് തുറക്കാമോ? ഒന്ന് തുറന്നിടേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെയും ഇളകാത്തവര്, ചലിക്കാത്തവര്, മാനസാന്തരപ്പെടാത്തവര്, തകരാത്തവര്, നന്ദിയോടെ സ്തോത്രം. വാതിലുകളെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നേ. അധികാരമുള്ളവൻ അകത്തേക്കൊന്ന് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അടയാളങ്ങൾ നടക്കാൻ പോവുകയാണ്. കാരണം അധികാരമുള്ള ഇവൻ ആര്? ഒരിക്കലും ധരിച്ചില്ല മദ്യപാൻ ഇപ്രകാരം മാനസാന്തരപ്പെടുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബം സമാധാനം അനുഭവിക്കുമെന്ന്. എന്താ കാരണം? യേശു അകത്തേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേഗം 2 വാക്യങ്ങളോട് വായിക്കണം. യേശയ്യാ 63:1. കാറ്റും കടലും അനുസരിക്കുന്ന ഇവനാര്? പാവോനും രോഗശാന്തിയും കൊടുക്കുന്ന ഇവനാര്? നഗരത്തെ ഇളക്കുന്നവൻ ഇവനാര്? യേശയ്യാ 63:1 വായിച്ചേ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നവർ ഇവൻ ആർ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മനസ്സിനകത്ത് ആ ചിത്രം കിട്ടുന്നുണ്ടോ? രക്താംബരം ധരിച്ച്, ചുവന്ന വസ്ത്രം, ചോരയിൽ മുക്കിയതായിരിക്കുന്ന വസ്ത്രം ധരിച്ച് ഇതാ ഒരാൾ വരുന്നു. അതാരാണ്? എനിക്ക് വേണ്ടി രക്തം മറന്നൊലിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. മുടി മുതൽ അടി വരെ ഇനി മുറിയാത്ത രംഗം എവിടെയെങ്കിലും ഉണ്ടോ? കാൽപാദം വരെയും ചോര നനയാത്ത രംഗം ഏതെങ്കിലും ഉണ്ടോ? കാരണം ഹല്ലേലൂയ, പുറമെ മാത്രമല്ല ചങ്കും കൂടെ കൊത്തിക്കീറി. കാരണം ഞാൻ അകവും പുറവും സകല അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്തവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ രക്തത്തിൻ്റെ മണം കിട്ടുന്നുണ്ടോ? ആ രക്താംബരം ധരിച്ച് കർത്താവ് വന്നിരിക്കുന്നത്, എൻ്റെ കർത്താവ് വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവൻ്റെ കാൽക്കളൊന്ന് വന്ന് വീഴാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെല്ലാം അവിടെ വീണു? അങ്ങനെ നിങ്ങൾ രക്തം മാർദ്ദലിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽക്കലൊന്ന് വീണാൽ ആ രക്തക്കറകൾ മുഴുവൻ നന്ദിയോടെ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി രക്താംബരം ഹിമം പോലെ വെളുക്കും. അങ്ങനെ ദൈവമക്കളെ, ജീവിത വസ്ത്രം സമ്പൂർണ്ണമായി കഴുകി വെണ്മയായി തീർന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അടുത്തത് എന്താണ്? വായിച്ച് അടുത്ത വാക്യം വായിച്ചേ. 61:1. വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നവരിവൻ ആർ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെ മഹാത്മ്യത്തിൽ, ഹല്ലേലൂയ, തേജോ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, തേജസ് ഉടുത്തവനായി അവൻ ഇനി വരാൻ പോവുകയാണ്. ഇവൻ ആര്? രണ്ടാമത് വരുന്ന കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. അവൻ
വരാറായി. നന്ദിയോടെ സ്തോത്രം. കാഹളനാദം കേൾക്കാറായി. നന്ദിയോടെ സ്തോത്രം. അവൻ വസ്ത്രാലങ്കൃതനായിട്ടാണ് വരുന്നത്. അവൻ തേജസ് ഉടുത്താണ് വരുന്നത്. മാലാഖമാരുടെ അകമ്പടിയോടുകൂടിയാണ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീജ്വാലിക്കൊത്ത കണ്ണുമായിട്ടാണ് അവൻ വരുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളോ മഹിമാവിൻ നീരാളം ചാർത്തി അവനെ എതിരേൽക്കാനായിട്ട് ഉണർന്നിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നീ രണ്ടാമത് വരുമ്പോൾ പറന്നുയരാൻ തക്കോണം കാലുവിളിച്ചൊരിഞ്ഞ തങ്കച്ചേറിയാൽ കഴുകൽ പ്രാപിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹിമാവിൻ നീരാളം ചാർത്തി വിശുദ്ധിയോടെ ഞാൻ ഉണർന്നും ഒരുങ്ങിയും ഇരുന്നു കൊള്ളാമെന്ന് തീരുമാനമുള്ള ദൈവമക്കൾക്ക് ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ വരാറായി. കാഹളനാദം കേൾക്കാറായി. പറന്നുയരാറായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.